നമസ്കാരം, എല്ലാവർക്കും ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന നമ്മുടെ പങ്ക്തിയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വീഡിയോ അയച്ചു തന്നേക്കുന്ന ആര്യയാണ്. അപ്പോൾ ഈ പഠിക്കാൻ പങ്ക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വേറൊരാളായിട്ട് പങ്കുവെക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾ എടുത്തിട്ട് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ എന്ത് ചെയ്യാം, അത് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ അതാണ് ഈ പഠിക്കുക എന്ന് പറയുന്ന പങ്ക്തി. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് ഇങ്ങനെ പലരും അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സോർട്ട് ചെയ്തിട്ട് നല്ല വീഡിയോസ് നോക്കിയിട്ടാണ് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന വീഡിയോസാണ് ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആര്യ അയച്ചു തന്നൊരു വീഡിയോ ആണ്. പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളുടെ സമയം അല്ലെങ്കിൽ അവരുടെ നെറ്റും എല്ലാം നിങ്ങൾ ചൂഷണം ചെയ്യുകയല്ലേ, അവരെ കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിക്കുക എന്നൊക്കെ കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതാണ്, ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ പങ്കും ഈ വീഡിയോസ് അയച്ചു തരുന്നവർക്കുള്ളതാണ്. അത് അവരുടെ അവകാശമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വീഡിയോ അയച്ചു തന്ന ആ നന്ദുവിന് ബോർഡില്ലായിരുന്നു, അതുപോലെ തന്നെ മൈക്കിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിന് ഞങ്ങൾ ബോർഡും മൈക്കും എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പരസ്യം പോലെ പറയുന്നതല്ല, ഇപ്പം പലരുടെയും ഒരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ നെഗറ്റീവായിട്ട് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കായാലും പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്, അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് അയച്ചു തന്നാൽ ഞങ്ങളത് ഉറപ്പായിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിന് നിങ്ങളെല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കണം. കാരണം ഈ വീഡിയോസ് അയച്ചു തരുന്നവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സജഷനും ഒക്കെ അവർക്കും ഒരു പ്രചോദനമാണ്. അതുപോലെ തന്നെ പലരുടെ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ്. കാരണം പലവരും പല പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് വീഡിയോസ് നമുക്ക് അയച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അവരെല്ലാം ബാക്കിയുള്ളവർക്കും ഞങ്ങൾക്ക് മാത്രമല്ല ഇത് കാണുന്ന എല്ലാവർക്കും പ്രചോദനമാകുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ മുഴുവൻ കാണുക, അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗുണം ചെയ്യുന്നതായിരിക്കും. നമസ്കാരം, നമ്മളിന്നിവിടെ ബ്രെയിൻ എന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രെയിൻ അഥവാ തലച്ചോറ്. ബ്രെയിൻ അഥവാ തലച്ചോറ് നമ്മുടെ ശരീരത്തിന്റെ രണ്ട് തരം നാഡീവ്യവസ്ഥയുണ്ട്. ഒന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥ. ഈ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ബ്രെയിൻ. ബ്രെയിൻ മാത്രമല്ല, സുഷുമ്നയും ഏതിന്റെ പാർട്ടാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പാർട്ടാണ്. അങ്ങനെയെങ്കിൽ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ പാർട്ട് എന്തൊക്കെയാണെന്ന് അറിയാമോ? 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളുമാണ് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ പാർട്ടായി വരുന്നത്. ബ്രെയിനോട് അനുബന്ധിച്ച് കാണപ്പെടുന്ന നാഡികളാണ് എന്തെന്ന് പറയുന്നത്? 12 ജോഡി ശിരോനാഡികൾ. സുഷുമ്നയോട് അനുബന്ധിച്ച് കാണപ്പെടുന്ന നാഡികളാണ് എന്തെന്ന് പറയുന്നത്? 31 ജോഡി സുഷുമ്ന നാഡികൾ എന്ന് പറയുന്നത്. ഈ രണ്ടും കൂടി ചേരുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ആകെ നാഡികളുടെ എണ്ണം എത്രയാണ്? 43 ജോഡി ആകെ നാഡികൾ മനുഷ്യ ശരീരത്തിലുണ്ട്. ഇനി ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഫ്രെനോളജി. ഏതാണ്? ഫ്രെനോളജി. ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഫ്രെനോളജി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ബ്രെയിനിന്റെ ഭാരം എത്രയാണെന്ന് പഠിക്കാം. തലച്ചോറിന്റെ ഭാരം. അതിനു മുൻപ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഭാരമേറിയ അവയവം എന്ന് പറയുന്നത് ഏതാണ്? കരളാണ്. ഏതാണ്? കരളാണ്. 1500 ഗ്രാമോളം ഭാരമുള്ള കരളാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഭാരമേറിയ അവയവം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഭാരമേറിയ രണ്ടാമത്തെ അവയവം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? തലച്ചോറാണ്. ഓക്കെ ആണല്ലോ. തലച്ചോറാണ്. തലച്ചോറിന്റെ ഭാരം ഏകദേശം 1400. എത്രയാണ്? 1400 ഗ്രാമോളം തലച്ചോറിന്റെ ഭാരം വരും. ഓക്കെ ആണല്ലോ. ഇനി തലച്ചോറിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ തലച്ചോറിന്റെ ഭാഗങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് തലച്ചോറിനെ സംരക്ഷിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം. തലച്ചോറിനെ സംരക്ഷിച്ചുകൊണ്ട് നമുക്കറിയാം ഒരു അസ്ഥി നിർമ്മിതമായ ഒരു ഭാഗമുണ്ട്. നമുക്ക് തലച്ചോറിന് ചുറ്റുമായിട്ട് ഒരു അസ്ഥി നിർമ്മിതമായ ഭാഗമുണ്ട്, ഒരു ബോൺ നിർമ്മിതമായിട്ടുള്ള. ഈ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കപാലം.
എന്തെന്ന് വിളിക്കുന്നു? കപാലം. എന്താണ് കപാലം അഥവാ ക്രേനിയം? എന്താണ് ക്രേനിയം? ഈ ക്രേനിയത്തെ കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. ക്രേനിയോളജി ക്രേനിയോളജി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? കപാലത്തെ കുറിച്ചുള്ള പഠനമാണ്. 8 അസ്ഥികളാണ് ഏതിലുള്ളത്? കപാലത്തിലുള്ളത്. എത്ര അസ്ഥികളാണ്? 8 അസ്ഥികൾ. നമ്മുടെ തലയോട്ടിയുടെ അസ്ഥികളുടെ എണ്ണമല്ല ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ്? ക്രേനിയത്തിലെ അസ്ഥികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 8 അസ്ഥികളാണ് ഉള്ളത്. ഇനി നോക്കൂ, ക്രേനിയത്തിന് മുകളിലായിട്ട് ഒരു ത്വക്ക് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ആവരണമുണ്ട്. എന്താണ്? സ്കിൻ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ആവരണമുണ്ട്. അതിന്റെ പേരെന്താണ്? സ്കാൽപ്പ്. എന്താണ്? സ്കാൽപ്പ് എന്നാണ് പറയുന്നത്. അതിനെന്താണ് വിളിക്കുന്നത്? നമ്മൾ സ്കാൽപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഉള്ളിലായിട്ട് ആരുണ്ട്? മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന് പറയുന്നത് 3 പാളികളുള്ള ഒരു ആവരണമാണ്. എത്ര പാളികളാണുള്ളതെന്ന് ചോദിക്കും. 3 പാളികളാണുള്ളത്. 3 പാളികളുള്ള ആവരണത്തെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ്. ഇനി മെനിഞ്ചസിനെ ബാധിക്കുന്ന ഒരു അണുബാധയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. മെനിഞ്ചൈറ്റിസ്. വളരെ ഗുരുതരമായ ഒരു അസുഖമായിട്ട് മാറാവുന്നതാണ് ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചൈറ്റിസ് ഓക്കെ ആണല്ലോ. ഇനി ഈ മെനിഞ്ചസിന്റെ ഉള്ളിലായിട്ട്, മെനിഞ്ചസിന്റെ പാളികൾ 3 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, 3 സ്ഥലങ്ങൾ. ഇവയ്ക്കുള്ളിലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദ്രാവക പാർട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഏതാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ദ്രവം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിന് ഒരു കുറച്ച് ധർമ്മങ്ങളുണ്ട്. 3 ധർമ്മങ്ങൾ നമ്മുടെ SCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചു തന്നെ ആകണം. തലച്ചോറിന്റെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും നൽകുന്നു. തലച്ചോറിനെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. തലച്ചോറിന്റെ ഉള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നു. ഈ 3 ധർമ്മങ്ങളാണ് ഉള്ളത്. ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. തലച്ചോറിന്റെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു. തലച്ചോറിന്റെ ഉള്ളിൽ മർദ്ദം ക്രമീകരിക്കുന്നു, പ്രഷർ ക്രമീകരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? തലച്ചോറിനെ എന്ത് ചെയ്യുന്നു? പുറമേ നിന്നുള്ള ആഘാതങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ്? ഈ CSFും കൂടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? തലച്ചോറിന്റെ സംരക്ഷണ പാളികളെ കുറിച്ചുള്ള പഠനം കഴിഞ്ഞു. ഇനി നമുക്ക് തലച്ചോറിന്റെ ഭാഗങ്ങളെയാണ് പഠിക്കേണ്ടത്. തലച്ചോറിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്നാൽ ഞാനിവിടെ ഒന്ന് വരയ്ക്കാം. വരച്ചത് ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ട്. ഏകദേശം പോലെ. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കാണുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? സെറിബ്രം. എന്താണ്? സെറിബ്രം. എന്താണ്? സെറിബ്രം. തലച്ചോറിന്റെ ഏറ്റവും വലിയ പാർട്ടാണ് എന്ന് പറയുന്നത് സെറിബ്രം. സെറിബ്രത്തിന്റെ പ്രത്യേകതകൾ പഠിക്കണം. ധാരാളം ചുളിവുകളും മടക്കുകളുമുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? സെറിബ്രം എന്ന് പറയുന്നത്. ധാരാളം ചുളിവുകളും മടക്കുകളുമുള്ള ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. അതിനു മുന്നേ ഞാനൊരു ചോദ്യം വിട്ടുപോയി പറയാനായിട്ട്. നമ്മുടെ നാഡീവ്യവസ്ഥ പറഞ്ഞല്ലോ. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ, നാഡീകോശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? ബ്രെയിൻ ആണ് കേട്ടോ. ബ്രെയിൻ ആണ്. അത് ഞാൻ വിട്ടുപോയതാണ് പറയാൻ. അപ്പോൾ സെറിബ്രത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സെറിബ്രം എന്ന് പറയുന്നത് എന്താണ്? ധാരാളം ചുളിവുകളും മടക്കുകളും ഉള്ള ഭാഗമാണ് സെറിബ്രം. ഇനി സെറിബ്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങൾ. എന്താണ് ഐച്ഛിക പ്രവർത്തനങ്ങൾ? വോളണ്ടറി ആക്ഷൻസ്. എന്തെന്ന് പറയും? വോളണ്ടറി ആക്ഷൻസ്. അതായത് നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം എന്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വോളണ്ടറി ആക്ഷൻസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളുമുള്ള ഭാഗമാണ് സെറിബ്രം. അതുപോലെ നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങൾ, കാഴ്ച, കേൾവി, ഗന്ധം, സ്പർശം, രുചി തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഓക്കെ ആണല്ലോ. സെറിബ്രമാണ്.
ഇനി അതുപോലെ തന്നെ യുക്തിചിന്ത, ഭാവന, ബുദ്ധി, സ്വബോധം, ഓർമ്മശക്തി ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഓക്കെ ആണല്ലോ, സെറിബ്രമാണ്. അപ്പോൾ സെറിബ്രത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി സെറിബ്രത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. സെറിബ്രത്തിന് 4 ലോബുകളുണ്ട്. എത്ര ലോബുകളുണ്ട്? 4 ലോബുകളുണ്ട്. സെറിബ്രത്തിന്റെ പാർട്ടായിട്ടുള്ള 4 ലോബുകൾ കാണപ്പെടുന്നു. ആ ലോബുകളെ നമുക്ക് ഫ്രോണ്ടൽ ലോബ്, അതുപോലെ തന്നെ ടെമ്പോറൽ ലോബ്, അതുപോലെ തന്നെ അത് പേര് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടുത്തതാണ് പരേറ്റൽ ലോബ്, ഓക്സിപെറ്റൽ ലോബ്. 4 ലോബ്: ഫ്രോണ്ടൽ, ടെമ്പോറൽ, പരേറ്റൽ, ഓക്സിപെറ്റൽ ലോബ്. 4 ലോബുകൾ കാണപ്പെടുന്ന ഭാഗവും ഏതാണ്? സെറിബ്രമാണ്. ഇനി നമുക്ക് നോക്കാം. ഈ കാണുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? സെറിബെല്ലം. ധാരാളം ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ്, തുലനാവസ്ഥയെ നിലനിർത്തുന്നത് ആരാണ്? സെറിബെല്ലമാണ്. ആരാണ്? സെറിബെല്ലമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് നമ്മുടെ മദ്യം കഴിക്കുമ്പോൾ മദ്യം ബാധിക്കുന്ന ഭാഗം, മദ്യത്തിന്റെ ആ ഒരു എഫക്റ്റ് ബാധിക്കുന്നത് ആരെയാണ്? സെറിബെല്ലത്തിനെയാണ്. അതുകൊണ്ടാണ് മദ്യം കഴിക്കുന്നവർക്ക് ഒരു ബാലൻസ് ഇല്ലാതെ പോകുന്നത്. അപ്പൊ സെറിബെല്ലം, ഈ ബെല്ലം എന്ന് പറയുന്ന വാക്ക് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ബെല്ലം എന്ന് പറയുന്നതിനെ കുറിച്ചാണ്, ബാലൻസിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ, ബെല്ലം ബാലൻസ്, ബെല്ലം ബാലൻസ്. അപ്പൊ അതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഇനി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ മദ്യം കഴിക്കുമ്പോഴത്തേക്കും ഒക്കെ നമ്മുടെ പേശികൾ എന്താണ് ചെയ്യുന്നത്? പേശി പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയാണ് ചെയ്യുന്നത്, തളർന്നു പോകുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഭാഗം, ബാധിക്കുന്നതല്ല നിയന്ത്രിക്കുന്ന ഭാഗവും ആരാണ്? സെറിബെല്ലമാണ്. ആരാണ്? സെറിബെല്ലമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സെറിബെല്ലത്തിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, ലോക മസ്തിഷ്ക ദിനം. ജൂലൈ 22 എന്തെന്ന് പറയുന്നത്? ലോക മസ്തിഷ്ക ദിനം. ജൂലൈ 22 ലോക മസ്തിഷ്ക ദിനം. ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്ന ഒരു പാർട്ടാണ് ബ്രോക്കാസ് ഏരിയ. എന്താണ് ബ്രോക്കാസ് ഏരിയ? അതുപോലെ തന്നെ വെർണക്സ് ഏരിയ. നമ്മുടെ സംസാരശേഷിയെ, സംസാരവുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് ഇത് ബ്രോക്കാസ് ഏരിയ. എന്നാൽ ഒരു വസ്തുവിന്റെ പേര് കേൾക്കുന്ന മാത്രമേ തന്നെ അതിന്റെ ആ ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നതിന് കാരണമായ ഭാഗമാണ് ഇത് വെർണക്സ് ഏരിയ. ഏതാണ്? വെർണക്സ് ഏരിയ. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ തലച്ചോറിന്റെ റിലേ സ്റ്റേഷന് നമ്മൾ പറയാറുണ്ട്. തലച്ചോറിന്റെ ആവേഗങ്ങളുടെ പുനഃപ്രസരണം നടത്തുന്നത് ആരാണ്? തലാമസ് ആണ്. ആരാണ്? തലാമസ് ആണ്. ഞാനിത് പറയാൻ കാരണം സെറിബെല്ലത്തിലെ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രത്തിന്റെ പേര് പറയാൻ വിട്ടുപോയി. അതിന്റെ പേരാണ് പോൺസ്. എന്താണ്? പോൺസ്. സെറിബെല്ലത്തിലെ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത്? പോൺസ് എന്ന് പറയുന്നത്. തലച്ചോറിലെ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം ഏതാണ്? തലാമസ് ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ തലച്ചോറിലെ തലാമസിന്റെ എവിടെയാണ് കാണപ്പെടുന്നത്? നമുക്ക് അടയാളപ്പെടുത്താം. തലാമസ് ഈ കാണുന്നതാണ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഈ പാർട്ടാണ് തലാമസ്. ഓക്കെ ആണല്ലോ. തലാമസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, തലച്ചോറിന്റെ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത്? തലാമസ്. അതുപോലെ തന്നെ വേദന സംഹാരികൾ. എന്താണ്? വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗവും ഏതാണ്? തലാമസ് ആണ്. നമ്മൾ തലവേദനയൊക്കെ വരുമ്പോൾ വേദന സംഹാരികൾ കഴിക്കാറുണ്ടല്ലേ? അപ്പൊ തലവേദന, തലാമസ് എന്നിങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കണക്ട് ചെയ്ത് എടുക്കാൻ കഴിയും. തലച്ചോറിന്റെ റിലേ സ്റ്റേഷനും ആരാണ്? തലാമസ് ആണ്. അപ്പോൾ ഇനി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഉറക്കത്തിലായിരിക്കുമ്പോൾ, എന്താണ് ഉറക്കത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരാൻ പാടില്ല? നമ്മൾ തലച്ചോറ് റെസ്റ്റിലായിരിക്കണം അല്ലേ? ബ്രെയിൻ എന്തായിരിക്കണം? റെസ്റ്റിലായിരിക്കണം. അപ്പൊ ബ്രെയിനിലേക്ക് ആവേഗങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ സെറിബ്രം ഉറങ്ങുമോ? സെറിബ്രം ആണല്ലോ ആവേഗങ്ങളെ എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഏകോപിപ്പിക്കുന്നതും ഒക്കെ. അപ്പൊ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്, നമ്മൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ അതിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് ആരാണ്?
തലാമസ് ആണ്. ഓക്കെ ആണല്ലോ, തലാമസ്. ഇപ്പൊ സെറിബ്രം പറഞ്ഞു, സെറിബെല്ലം പറഞ്ഞു, തലാമസ് പറഞ്ഞു. ഇനി ദേ ഈ കാണുന്നതാണ് ഹൈപ്പോ തലാമസ്. എന്താണ് ഹൈപ്പോ തലാമസ്? ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഇമോഷൻസ്, എന്താണ് ഇമോഷൻസിനെ എന്തൊക്കെയാണ്? വിശപ്പ്, ദാഹം, സുഖാനുഭൂതി, ലൈംഗികാസക്തി, താപനില, ഉറക്കം, നമ്മുടെ ആന്തര സമസ്ഥിതി പാലനം ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. ഹൈപ്പോ തലാമസ് തലച്ചോറിന്റെ ഒരു ഭാഗം മാത്രമല്ല. ഹൈപ്പോ തലാമസ് ഇറ്റ് ഈസ് ഇറ്റ്സെൽഫ് എന്താണ് ഒരു ഡക്ടിലസ് ഗ്ലാൻഡ് കൂടിയാണ്. അത് രണ്ടു തരം ഹോർമോണുകളെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇൻഹിബിറ്റിംഗ് ഹോർമോണും ഉണ്ട്, അതുപോലെ തന്നെ റിലീസിങ് ഹോർമോണും ഉണ്ട്. ഇത് ചെന്നിട്ട് നമ്മുടെ ഈ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ പാർട്ട് കണ്ടോ? എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ പാർട്ട്, ഇതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. വളർച്ചാ ഹോർമോണിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ എന്താണ് റിലീസിങ് ഹോർമോണുകളൊക്കെ നേരെ ചെന്ന് പ്രവർത്തിക്കുന്നത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്കാണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ എന്ത് ചെയ്യണം? ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അത് ഹോർമോണുകളെ പുറപ്പെടുവിക്കുന്നു. ഓക്കെ ആണല്ലോ. ഹൈപ്പോ തലാമസിന് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പീയൂഷ ഗ്രന്ഥി എന്നാണ് കേട്ടോ. പീയൂഷ ഗ്രന്ഥി എന്നാണ് പറയുന്നത്. അപ്പൊ ഹൈപ്പോ തലാമസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? വിശപ്പ്, ദാഹം, ഇമോഷൻസ്, ഉറക്കം, അതുപോലെ തന്നെ ലൈംഗികാസക്തി, ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അതുപോലെ തന്നെ താപക്രമീകരണം, എന്താണ് ആന്തര സമസ്ഥിതി പാലനം, അതുപോലെ തന്നെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. ഞാൻ പറഞ്ഞ ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഹിബിറ്റിംഗ് ഹോർമോണും എന്താണ് റിലീസിങ് ഹോർമോൺ എന്ത് ചെയ്യും? നമ്മുടെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു? ഓൺ ആക്കുന്നു. ആരുടെ? പീയൂഷ ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ഓൺ ആക്കുന്നു. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഓഫ് ആക്കുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഈ ഹൈപ്പോ തലാമസ് പുറപ്പെടുവിക്കുന്ന മറ്റ് 2 ഹോർമോണുകളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? വാസോപ്രസിൻ കാണാമല്ലോ. വാസോപ്രസിൻ അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ. എന്താണ് ഓക്സിറ്റോസിൻ. വാസോപ്രസിനും ഓക്സിറ്റോസിനും ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണുള്ളത്. അതായത് ഈ നമ്മൾ പഠിച്ചു വാസോപ്രസിനും ഓക്സിറ്റോസിനും അല്ലാതെ റിലീസിങ് ഹോർമോണും അതുപോലെ തന്നെ ഇൻഹിബിറ്റിംഗ് ഹോർമോണും നമ്മൾ പഠിച്ചായിരുന്നു. പീയൂഷ ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ശരിക്കും ആരാണെന്നൊരു ചോദ്യം വന്ന ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. പീയൂഷ ഗ്രന്ഥിയുടെ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി വാസോപ്രസിൻ ഓക്സിറ്റോസിൻ എന്താണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്സിറ്റോസിൻ അത് കാണാൻ പറ്റില്ല. ഓക്കെ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് എന്തിനെയാണ് ഓക്സിറ്റോസിൻ ചെയ്യുന്നത്? മിനുസ പാളികളുടെ സങ്കോചമാണ്. എന്ത് പാളികളുടെയാണ്? മിനുസ പാളികളുടെ സങ്കോചം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് പ്രസവ സമയത്തൊക്കെ ഉപയോഗം വരുന്നത് റിലീസ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. അതായത് സുഗമമായ പ്രസവം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്സിറ്റോസിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വരുന്നത് വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ എന്ന് പറയുന്നത് ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതാണ്. മൂത്രത്തിലൂടെയുള്ള ജലത്തിന്റെ അളവിനെ ക്രമീകരിക്കുന്നതാണ്. അനിയന്ത്രിതമായി നമുക്ക് യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകില്ലേ? അപ്പൊ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? വാസോപ്രസിനാണ്. അതുകൊണ്ട് തന്നെ വാസോപ്രസിനെ എന്തെന്ന് വിളിക്കും? ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് വിളിക്കുന്നു. തലച്ചോറിലുള്ള ഗ്രന്ഥികൾ നമ്മൾ പറഞ്ഞു അല്ലേ? പീയൂഷ ഗ്രന്ഥി പറഞ്ഞു, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പറഞ്ഞു, അതുപോലെ തന്നെ ഹൈപ്പോ തലാമസ് പറഞ്ഞു. ഇനി ഒരു ഗ്രന്ഥിയും കൂടെ ഉണ്ട്, പീനിയൽ ഗ്ലാൻഡ്. എന്താണ്? പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇവിടെ വരയ്ക്കാൻ സ്ഥലമില്ല, ഞാൻ കാണിക്കാം. ഈ ഭാഗം മെഡുല്ല. എന്താണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നു. മെഡുല്ല എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു വോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു വോളണ്ടറി ആക്ഷൻസ് അഥവാ ഐച്ഛിക പ്രവർത്തനങ്ങൾ സെറിബ്രമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടല്ലേ? എന്തൊക്കെയാണത്? അതെ, ഹൃദയമിടിപ്പ്, ദഹനം, തുമ്മൽ, ചുമ, ഉമിനീർ ഉൽപാദനം, ഞാൻ നോക്കി ശ്വാസോച്ഛ്വാസം, എന്താണ് രക്തക്കുഴലുകളുടെ സങ്കോചം. ഒന്നുപോലും വിട്ടുപോകാതെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട അനൈച്ഛിക പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞത്.
എന്തൊക്കെയാണ്? ഹൃദയസ്പന്ദനം, രക്തക്കുഴലുകളുടെ സങ്കോചം, ചുമ, തുമ്മൽ, ശ്വാസോച്ഛ്വാസം, ഉമിനീർ ഉൽപാദനം, ഇതൊക്കെ എന്ന് പറയുന്നത് ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ പറയുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഇൻവോളണ്ടറി ആക്ഷൻസ്. നമ്മൾ വോളണ്ടറി ആക്ഷൻസ് പറഞ്ഞായിരുന്നു. അടുത്ത എന്താണ്? ഇൻവോളണ്ടറി ആക്ഷൻസ്. ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത് ആരാണ് നിയന്ത്രിക്കുന്നത്? മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. ഓക്കെ ആണല്ലോ? മെഡുല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെഡുലയ്ക്കൊക്കെ പെട്ടെന്ന് ഒരു വ്യക്തി മരണപ്പെടുന്നത്, ഒരു അടിയേൽക്കുകയാണ്, തലച്ചോറിന്റെ പിൻഭാഗത്തൊക്കെ അടിയേൽക്കുകയാണ്. അടിയേൽക്കുമ്പോഴത്തേക്കോ എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴോ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് മരണപ്പെടുന്നു. മരണപ്പെടുന്നതിന് കാരണമൊന്നുമില്ല. അവിടെ ക്ഷതമേൽക്കുന്നത് ആർക്കാണ്? മെഡുലയ്ക്കാണ്. സോ മെഡുല ഒബ്ലാങ്കേറ്റയ്ക്കാണ്. മെഡുലയ്ക്ക് ക്ഷതമേറ്റ് കഴിയുമ്പോൾ അയാളുടെ ഹൃദയ സ്പന്ദനമൊക്കെ എന്ത് ചെയ്യും? ശ്വാസോച്ഛ്വാസമൊക്കെ എന്ത് ചെയ്തും നിന്നു പോകും. അടുത്തത് ഇനി നമ്മൾ പഠിക്കുന്നത് ഈ സെറിബ്രത്തിന്റെ 2 പ്രധാന ഭാഗങ്ങളുണ്ട്. സെറിബ്രത്തിന് പുറമേയുള്ള ഭാഗവുമുണ്ട്, അകമയുള്ള ഭാഗവുമുണ്ട്. ഔട്ടർ ആയിട്ടുള്ള പുറമേയുള്ള ഭാഗം കാണാമോ? കോർട്ടെക്സ് ആണ്, സെറിബ്രം ആണ് കേട്ടോ. നിങ്ങൾ സെറിബ്രം എഴുതിയ കൂട്ടത്തിൽ ഇതും കൂടി അവിടെ ഒരു സൈഡിലായിട്ട് എഴുതി വെക്കുക. സെറിബ്രം എന്ന് പറയുന്നത് കോർട്ടെക്സ് ആണ്. സെറിബ്രത്തിന്റെ പുറം ഭാഗം, ഔട്ടർ ഭാഗം കോർട്ടെക്സ് ആണ്. ഈ ഭാഗം എന്ന് പറയുന്നത് ഗ്രേ മാറ്റർ ആണ്, അതായത് ഗ്രേ നിറത്തിലാണ് കാണപ്പെടുന്നത്, ചാര നിറത്തിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂറോണുകളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു വെള്ള നിറത്തിലുള്ള ഒരു കൊഴുപ്പ് നിർമ്മിതമായ ഒരു പാർട്ടുണ്ട്, മൈലിൻ ഷീത്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? മൈലിൻ ഷീറ്റിന് ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള തിളങ്ങുന്ന വെള്ള നിറമാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു സെറിബ്രം എന്ന് പറയുന്നത് നിറയെ നാഡീകോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. സെറിബ്രത്തിന്റെ പുറം ഭാഗത്തുള്ള നാഡീകോശങ്ങളിൽ എന്തില്ല? മൈലിൻ ഷീത്ത് ഇല്ല. മൈലിൻ ഷീത്ത് ഇല്ല, അതായത് ഔട്ടർ കോർട്ടെക്സിൽ എന്തില്ല? മൈലിൻ ഷീത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നിറമാണ്? ഗ്രേ മാറ്റർ ആണ്. അവിടെ ഗ്രേ നിറമാണ്, ഗ്രേ നിറമാണ് കേട്ടോ. അടുത്തത് ഇന്നർ പാർട്ട്. മെഡുല്ല. ഞാൻ ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റ പറഞ്ഞപ്പോഴാണ് ഈ മെഡുല്ല ഓർമ്മിച്ചത്. മെഡുല്ല. അപ്പൊ ഇന്നർ മെഡുല്ല എന്ന് പറയുന്നത് വൈറ്റ് മാറ്റർ ആണ്. അവിടെ വൈറ്റ് നിറമാണ്. കാരണം അവിടെ എന്തുണ്ട്? മൈലിൻ ഷീത്ത് ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് മാറിപ്പോയത്. ഇത് രണ്ടും, ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലയും ആരുടെ ഭാഗമാണ്? സെറിബ്രത്തിന്റെ ഭാഗമാണ്. ഇനി അടുത്തതായി നമ്മൾ പഠിക്കുന്നത് സെറിബ്രത്തിന്റെ അല്ല, തലച്ചോറ് ഒരാളിൽ ഒരു പൂർണ്ണമായിട്ടൊരു വളർച്ച എത്തണമെങ്കിൽ ഏകദേശം എത്ര പ്രായം എടുക്കണം എന്നുള്ളതാണ്. 8 വയസ്സാണ്. നമ്മൾ ഈ 8 ജോയിൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണവും 8 ആണ്. ഏകദേശം 8 വയസ്സാകുമ്പോഴാണ് ഒരാളുടെ തലച്ചോറിന്റെ പൂർണ്ണ വളർച്ച എത്തുന്നത്. ഇനി മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഭാഗവും ഏതാണ്? സെറിബ്രമാണ്. സെറിബ്രം നല്ലവണ്ണം ഒരു വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു ജീവിയാണ് നമ്മളെന്ന് പറയുന്നത് മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിയും യുക്തിചിന്തയും ഭാവനയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അത് വളരെ വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആരുടെ കർത്തവ്യമാണ്? മനുഷ്യന്റെ കർത്തവ്യമാണ് അല്ലേ? ഇനി നമുക്ക് തലച്ചോറിനെ ബാധിക്കുന്ന 2 രോഗാവസ്ഥകൾ. ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മെനിഞ്ചസിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ്. ഈ തലച്ചോറിലുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കും. ആ ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ, അസുഖം എന്ന് പറയാൻ പാടില്ല, അതൊരവസ്ഥയാണ്. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സെറിബ്രൽ ത്രോംബോസിസ്. രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന ആ ഒരു അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. ത്രോംബോസിസ് എന്ന് പറയുമ്പോൾ തന്നെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നതാണ്. അത് നമ്മൾ തലച്ചോറിലാകുമ്പോൾ സെറിബ്രൽ ത്രോംബോസിസ്. ഓക്കെ ആണല്ലോ? ഇനി രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുന്നത് മൂലം, കുഞ്ഞു രക്തക്കുഴലുകളിലെ അപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹെമറേജ്. എന്താന്ന് വിളിക്കും? ഹെമറേജ് എന്ന് വിളിക്കും. സെറിബ്രൽ ഹെമറേജ്. ഓക്കെ ആണല്ലോ? സെറിബ്രൽ ഹെമറേജ്. ഏകദേശം ബ്രെയിനിനെ കുറിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ഇതായിട്ടുണ്ട്. നമ്മൾ ഇനി നാഡീവ്യവസ്ഥയും ഈ പറഞ്ഞ നമ്മൾ കുറച്ച് ഗ്ലാൻഡുകൾ പറഞ്ഞല്ലേ, അതെല്ലാം നമ്മൾ അന്തസ്രാവി വ്യവസ്ഥയിലുമാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ വരുന്നത്. അപ്പോൾ നാഡീവ്യവസ്ഥ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നാഡീവ്യവസ്ഥ സ്പെഷ്യലായിട്ട് വേറൊരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് ഈ മൈലിൻ ഷീത്തൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.